വെൽക്കം ടു മാത്തമാറ്റിക്സ് ക്ലാസ്. ഇത് ഈ ക്ലാസ്സിൽ ഞാൻ കണ്ടിന്യൂറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടിന്യൂറ്റി അപ്പോൾ ലിമിറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ലിമിറ്റ് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം. രണ്ടാളും ഈക്വലും ആയാൽ നമുക്ക് പറയാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന്. ഇനി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതിലേക്ക് കുറച്ചും കൂടി കാര്യം കൂടി ആഡ് ചെയ്താൽ അതെന്തായി കണ്ടിന്യൂസ് ആണ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു എൽ എന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലെഫ്റ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും റൈറ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും ഒരു പ്രത്യേക നമ്പറിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. പക്ഷേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ആ എല്ലാം ആര് തന്നെ ആവണം? ഫംഗ്ഷൻ വാല്യൂ അറ്റ് സി, സിയുടെ ഇമേജ് തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കണ്ടിന്യൂസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഈ ഗ്രാഫില് എക്സ് റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യും, ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുക എഫ് ഓഫ് സി ആണ്. എക്സ് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിന്റെയൊക്കെ ഇമേജ് എന്താ വരിക? ഇതിനൊക്കെ ഇമേജ് എഫ് ഓഫ് സിയിലേക്കാണ് അടുക്കുന്നത്. ഇതിനൊക്കെ ഇമേജ് എഫ് ഓഫ് സിയിലേക്കാണ് അടുക്കുന്നത്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും എന്തിലേക്ക് തന്നെയാണ് അടുക്കുന്നത്? എഫ് ഓഫ് സിയിലേക്ക് തന്നെയാണ് അടുക്കുന്നത്. ഇത് റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും ഇത് എഫ് ഓഫ് സിയിലേക്കാണ് അടുക്കുന്നത്. സിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് സിയിലേക്കാണ് അടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് എഫ് ഓഫ്. ഇവിടെ എന്ത് കിട്ടുന്നു? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് എന്ത് കിട്ടുന്നു? എഫ് ഓഫ് സി എന്നുള്ള വാല്യൂ കിട്ടുന്നു. എല്ലായിട്ട് എന്ത് കിട്ടുന്നു? എഫ് ഓഫ് സി തന്നെ കിട്ടുന്നു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സോ അതും എഫ് ഓഫ് സി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എഴുതും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഏതെങ്കിലും ഒരു നമ്പർ അല്ല, എഫ് ഓഫ് സി തന്നെ. എഫ് ഓഫ് ഈ സിയുടെ ഇമേജ് എഫ് ഓഫ് സി തന്നെ കിട്ടുന്നു. അതുകൊണ്ട് നമ്മൾ പറയും therefore f is continuous at x equal to c. ക്ലിയർലി കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചാൽ നമുക്കത് പെന്ന് ബോർഡിൽ നിന്ന് എടുക്കാതെ എനിക്ക് വരയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് അപ്പൊ ഒരു പോയിന്റ് എ ബി എന്നുള്ള ഇന്റർവെൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എയിൽ നിന്ന് തുടങ്ങി ബി വരെ നിങ്ങൾക്ക് ഫംഗ്ഷൻ എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുക. ദാറ്റ് ഈസ് പെന്ന് പേപ്പറിൽ നിന്ന് എടുക്കാതെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഗ്രാഫ്. ഓക്കെ, ഇത്ര ഉള്ളൂ കണ്ടിന്യൂറ്റി. കൂടുതൽ അപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ മാത്സുകാർക്ക് പഠിക്കാനുള്ളതാണ്. കൂടുതൽ റിഗർ ആയിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ട്. നിങ്ങൾക്ക് അതൊന്നും ഇല്ല, അതുകൊണ്ട് വളരെ ഈസിയാണ്. ആക്ച്വലി ഇവിടെ അപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ഒക്കെ ഉണ്ട്, അതൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് ആയ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തുണ്ടാവും? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. നമുക്കറിയാലോ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്ത് വേണം? റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണം എന്ന് മാത്രമല്ല, അത് ആർക്ക് തന്നെ ഈക്വൽ ആവണം? എഫ് ഓഫ് സിക്ക് തന്നെ ഈക്വൽ ആവണം. ലിമിറ്റ് എക്സിസ്റ്റും ചെയ്യണം, ആ ലിമിറ്റ് എന്തും കൂടി ആവണം? എഫ് ഓഫ് സി തന്നെ ആവും വേണം. ആ എല്ലാം എന്താവണം? എഫ് ഓഫ് സി തന്നെ ആവും കൂടി വേണം. പക്ഷേ തിരിച്ച് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എന്താവണമെന്നില്ല, കണ്ടിന്യൂസ് ആവണമെന്നില്ല. ഒരു എക്സാമ്പിൾ ഞാൻ അത് നോക്കാം. അപ്പം ഗിവ് ആൻ എക്സാമ്പിൾ ഇൻ വിച്ച്, ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ഒന്ന് വിചാരിക്കും. ഗിവ് ആൻ എക്സാമ്പിൾ ഇൻ വിച്ച് എഫ് ഈസ് limit x tends to c f of x exist but f is not continuous at c. അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചാൽ എന്താവണമെന്നില്ല, കണ്ടിന്യൂസ് ആവണമെന്നില്ല. ലിമിറ്റിനേക്കാൾ സ്ട്രോങ്ങർ കണ്ടീഷൻ ആണ് എന്ത്? കണ്ടിന്യൂറ്റി. കണ്ടിന്യൂസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും? ലിമിറ്റ് ഉണ്ടാവും. കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും വേണം. വെറുതെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ പോരാ, ആ ലിമിറ്റ് ആര് തന്നെ ആവണം? ആ എല്ലാം ആര് തന്നെ ആവണം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് കൊണ്ട് ഒരു എല്ല് കിട്ടും. ആ കിട്ടുന്ന എല്ല് വെറുതെ ഒരു എല്ല് കിട്ടിയാൽ പോരാ, ഏതെങ്കിലും ഒരു നമ്പർ കിട്ടിയാൽ പോരാ, ആ എല്ലാം ആര് തന്നെ ആവണം? എഫ് ഓഫ് സി തന്നെ ആവണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത് ഒരു എല്ല് കിട്ടണം. ആ എല്ലാം ആര് തന്നെ ആവും വേണോ? എഫ് ഓഫ് സി തന്നെ ആവണം. എൽ ഈക്വൽ ടു എഫ് ഓഫ് സി ആവും വേണം. നമുക്ക് വേണമെങ്കിൽ ലിമിറ്റിനെ അല്ലെ കണ്ടിന്യൂറ്റിനെ 3 സ്റ്റെപ്പായിട്ടൊക്കെ പറയാം. 3 സ്റ്റെപ്പായിട്ട് നമുക്ക് കണ്ടിന്യൂറ്റിനെ പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം, പിന്നെ എഫ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യണം. എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എഫ് ഓഫ് സി ഡിഫൈൻഡ് ആവണം. എഫ് ഓഫ് സി ഡിഫൈൻഡ് ആവണം, ദാറ്റ് ഈസ് സി എന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവണം. മൂന്നാമത് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആവണം. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തിയറായിട്ട് ഇങ്ങനെ എഴുതട്ടോ. എഫ് ഈസ് ഇതടക്കട്ടെ. ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞില്ല, ഇതടക്കട്ടെ. അതിന്റെ മുന്നേ നിങ്ങൾക്ക് ബുക്കിലേക്ക് എഴുതാം. ഇതിന്റെ മുന്നേ ബുക്കിലേക്ക് എഴുതാൻ പറ്റിയ ഒരു സാധനമാണ് ഇത്. ഇതും കൂടി എഴുതിയിട്ട് ഈ ചോദ്യം എഴുതുക. ഇതും കൂടി എഴുതിയിട്ടാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. അപ്പൊ ഇതെങ്ങനെ എഴുതേണ്ടത് വെച്ചാൽ, ഇതെന്താ വെച്ചാൽ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി if the following conditions satisfied. ഈ താഴെയുള്ള 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എഫ് കണ്ടിന്യൂസ് ആയിട്ട് സി ആയിരിക്കും. എന്തൊക്കെ വേണ്ടത്? ലിമിറ്റ് എക്സ്റ്റൻഷൻ സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം,
എഫ് ഓഫ് സി ഡിഫൈൻഡ് ആണ്, സിയിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവണം, പിന്നെ ഒന്നും കൂടി ആവണം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്താവണം, എഫ് ഓഫ് സി കൂടി ആവണം. ദാറ്റ് ഈസ് ഈ എൽ, ഇതൊരു എൽ എക്സിസ്റ്റ് ചെയ്യണം, സേ ഒരു എൽ കിട്ടണം, ആ എൽ ഈക്വൽ ടു എഫ് ഓഫ് സി തന്നെ ആവും വേണം. അപ്പൊ ഇത് വേറൊരു തിയർ ആയിട്ട് വേണം നിങ്ങൾക്ക് 3 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടും നമുക്ക് കണ്ടിന്യൂറ്റിനെ പറയാം. ഇത് ഒറ്റടിക്ക് പറഞ്ഞതിന് പകരം ഇങ്ങനെയും പറയാം. ഓക്കെ, ഇനി അപ്പൊ എന്താണ്, കണ്ടിന്യൂസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിൽ പറയുന്നുണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്ന്. കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. തിരിച്ച് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കണ്ടിന്യൂസ് ആവണമെന്നില്ല. ഏത് എക്സാമ്പിൾ, അതിനാണ് എക്സാമ്പിൾ ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ ഞാനൊരു ചിത്രം വരയ്ക്കാം. f of x equal to x. വണ്ണില് ഇത് 2, അതിൽ 1,2 എന്നുള്ള പോയിട്ട് ഇതൊന്നും വരയ്ക്കണ്ട, ഒന്നും വേണ്ട. അപ്പൊ ഏതാ ഫംഗ്ഷൻ, ഫംഗ്ഷന്റെ പേരെന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് എന്ന ഫംഗ്ഷന്റെ ഗ്രാഫാണ്. നിങ്ങൾ ഗ്രാഫ് വരച്ച് പഠിച്ചപ്പോൾ മനസ്സിലായിട്ട് ഇതിനൊക്കെ വേണ്ടിയാണ് ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങളോട് പറഞ്ഞത്. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സിന്റെ ഗ്രാഫാണ് ഇത്. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സിന്റെ ഗ്രാഫാണ്. എപ്പോ എല്ലായിടത്തും ഇല്ല, 1ൽ ഒരൊറ്റ ചാട്ടം നടക്കുന്നുണ്ട്. 1ൽ ഫംഗ്ഷന്റെ ഇമേജ് 2 ആണ്. 1ൽ ഒഴികെ 1ൽ ഫംഗ്ഷൻ ഇവിടെ ഒരു ഹോൾ ഉണ്ട്, അവിടെ എന്താ ഫംഗ്ഷൻ വാല്യൂ ഇല്ല. 1ൽ എന്തില്ല, ഫംഗ്ഷൻ വാല്യൂ ഇല്ല. 1ൽ എന്താണ്, 2 ആണ് ഫംഗ്ഷന്റെ വാല്യൂ. ബാക്കിയുള്ളവർക്കൊക്കെ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ആണ്. നമുക്ക് 0.5ന്റെ ഇമേജ് 0.5, 0.9ന്റെ ഇമേജ് 0.9, 1.5ന്റെ ഇമേജ് 1.5, 2ന്റെ ഇമേജ് 2, അങ്ങനെ എല്ലാവരുടെയും ഇമേജ് അത് തന്നെയാണ്. പക്ഷെ 1ൽ ഇമേജ് എന്താ, 2 ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് തന്നെയാണ്. എപ്പോ എക്സ് നോട്ട് ഈക്വൽ ടു 1ല്, പിന്നെ 2 വരും എപ്പോ എക്സ് ഈക്വൽ ടു 1ല്. എക്സ് ഈക്വൽ ടു 1 ആവുമ്പോ എക്സ് 1 ആവുമ്പോ എഫ് ഓഫ് എക്സ് എന്താ, 2 ആണ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ ഇങ്ങനെ ചിത്രം തന്നാൽ അതിൽ നിന്ന് ഫംഗ്ഷൻ എന്താന്ന് എഴുതാൻ പഠിക്കണം. തിരിച്ച് ഇത് തന്നാൽ ചിത്രം വരയ്ക്കാനും പഠിക്കും, ഗ്രാഫ് വരയ്ക്കാനും പഠിക്കണം. ഓക്കെ, അതിനാണ് ഞാൻ ഗ്രാഫൊക്കെ നിങ്ങളോട് 10-15 ഗ്രാഫൊക്കെ വരയ്ക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് 1ല് ഫംഗ്ഷൻ ഇമേജ് 2, ബാക്കിയുള്ളടത്തൊക്കെ എക്സ് തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്താ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഇവിടെ വരിക. 1ന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ വരിക, ഇത് നോക്ക്, 1ന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള ഒരാളുടെ ഇമേജ് ഇവിടെ ഉള്ള ഒരാളുടെ 0.9ന്റെ ഇമേജ് 0.9, 0.99ന്റെ ഇമേജ് 0.99, 0.999ന്റെ ഇമേജ് 0.999. അങ്ങനെ എക്സ് 1ലേക്ക് അടുത്ത സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് 1ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് 1 ആണ്. കാരണം എക്സ് 1ന്റെ ഇടത്തെ സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് 1ലേക്കാണ് എടുക്കുന്നത്. നിങ്ങൾ ടേബിളൊക്കെ വരച്ചാൽ, ഞാൻ ഫസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിൽ എടുത്തതാണ്, നിങ്ങൾ ടേബിളൊക്കെ വരച്ചിട്ട് പറഞ്ഞു തന്നു. എന്ത്, എക്സ് 1ലേക്ക് എടുക്കാൻ എക്സിന്റെ 1ന്റെ അടുത്തുള്ള കുറെ വാല്യൂസ് എടുക്കുക. 1ന്റെ അടുത്തുള്ള വാല്യൂസ് പറഞ്ഞാൽ ഇടത്തെ സൈഡിൽ നിന്ന്, ഇടത്തെ ലിമിറ്റ് കിട്ടാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറെ വാല്യൂസ് എടുക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്ന് പറഞ്ഞ വാല്യൂസ് ആരാ, 1ന്റെ ബാക്കിലുള്ള വാല്യൂസ്, 1ന്റെ തൊട്ട് താഴെയുള്ള വാല്യൂസ്. അതാരാ, 0.9, 0.95, 0.98, 0.99, 0.999, അങ്ങനെ 1ന്റെ അടുത്തുള്ള വാല്യൂസ് ഒക്കെ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇമേജ് എന്താ കിട്ടുക, ഇമേജ് അതേ സാധനം തന്നെ. എഫ് ഓഫ് എക്സ് കൊണ്ട് എക്സ് ആയതുകൊണ്ട് അതിനൊക്കെ ഇമേജ് 0.95ന്റെ ഇമേജ് 0.95 തന്നെ, 0.98ന്റെ ഇമേജ് 0.98 തന്നെ, 0.9999 ഇമേജ് അത് തന്നെ. അപ്പൊ 1ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴോ, 1.5ന്റെ ഇമേജ് 1.5 തന്നെ, 1.4ന്റെ ഇമേജ് 1.4 തന്നെ, 1.3യുടെ ഇമേജ് 1.3 തന്നെ, 1.01ന്റെ ഇമേജ് 1.01 തന്നെ. അങ്ങനെ അതും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ത് തന്നെയാണ്, അടുത്ത് വരുന്നത് 1ലേക്ക് തന്നെയാണ്, 1 തന്നെയാണ്. റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും എഫ് ഓഫ് എക്സ് 1.01, 1.001, 1.0001 ഒക്കെ പറയുന്നത് 1ലേക്ക് തന്നെയാണ് അടുക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയതുകൊണ്ട് therefore ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി അല്ലെ. 1 പ്ലസും ഇല്ല മൈനസും ഇല്ല, പ്ലസും മൈനസും ഒക്കെ സെയിം ആയതുകൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. നമുക്ക് എന്ത് കിട്ടണം, ഈക്വൽ ടു വെറും 1 എന്ന് കിട്ടിയ L എന്നാ കിട്ടിയത്. ഇതാണ് ലിമിറ്റ് കിട്ടി നമുക്ക്, ലിമിറ്റ് 1 എന്ന് കിട്ടി. പക്ഷെ ലിമിറ്റ് ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടിയിട്ട് കാര്യം, ആ 1 ആരാവണം, ശരിക്കും ഈ 1 ആരാവണം, എഫ് ഓഫ് 1 ആവണം. എഫ് ഓഫ് 1 1 ആണോ നോക്കണം. എഫ് ഓഫ് 1 പക്ഷെ എന്താ, എഫ് ഓഫ് 1 2 ആണ്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 2 ഈക്വൽ ടു എഫ് ഓഫ് 1. 1 ആർക്ക് ഈക്വൽ അല്ല, 2ന് ഈക്വൽ അല്ല. 1 ഈസ് നോട്ട് ഈക്വൽ ടു 2,
2 ആണ് എന്ത് എഫ് ഓഫ് 1 2 ആണ് എഫ് ഓഫ് 1 എന്താ 1 ന്റെ ഇമേജ് 2 ആണ് സോ ലിമിറ്റ് x ടെൻഡ്സ് ടു എഫ് ഓഫ് x നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് കിട്ടി അതുകൊണ്ട് f ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് therefore f ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 1 f ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 1 ഓക്കേ അതുകൊണ്ട് f എന്തല്ല കണ്ടിന്യൂസ് അല്ല ഓക്കേ